രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരു മനുഷ്യൻ. ശബ്ദം കേൾക്കുന്നില്ല. ആ ശബ്ദം കേൾക്കുന്ന ആളെ കാണുന്നില്ല. തൻ്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന ചോദ്യം അഭൗതികമായതോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് ചോദിക്കുന്നതോ അല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ലെന്നാണ് ഇവിടെ എഴുതിയതും ഫൈസൽ മുസ്ലിയാർ വാദിച്ചത്. അതായത് ഒരു ശബ്ദം കേട്ടിട്ട് ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, എനിക്കൊരു വെളിച്ചം തരാമോ എന്ന് ചോദിച്ചാൽ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരു സ്ഥലത്ത് ആരും സഹായിക്കാനില്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ പെട്ടുപോയി. ഞാൻ അവിടെ നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ അത് ജിന്നാണെന്ന് വിചാരിച്ചുകൊണ്ടിട്ട് ഞാൻ ചോദിക്കണേ എന്നെ ഒന്ന് രക്ഷിക്കാമോ, എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ ആ സഹായാർത്ഥന ശിർക്കല്ലെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതാണ് ഞാനിവിടെ ചോദിച്ചത്. ഞാൻ ആ ചോദിച്ച ചോദ്യം ശിർക്കാണോന്ന്. ജിന്നിനോട് ചോദിക്കുന്ന ചോദ്യം ശിർക്കാണോ? ഇനി ജിന്നിനോട് ചോദിക്കുന്ന ഏത് ചോദ്യമാണ് ശിർക്കാവുന്നത്, ശിർക്കല്ലാത്തതാണ്? ജിന്നിനോട് ഏത് ചോദ്യം ചോദിച്ചാലാണ് ശിർക്കാവുന്നത്, ഏത് ചോദ്യം ചോദിച്ചാലാണ് ശിർക്കല്ലാണ്ടാവുന്നത്? ഒന്ന് വിശദീകരിക്കാവോ? ഞാൻ ആ സഹോദരനോട്, നിങ്ങളുടെ പേരെന്തേനു? ഹാരിസ്. നിങ്ങൾ ജബ്ബാർ മൗലവി എഴുതിയിട്ടുള്ള ഈ ലേഖനം മുഴുവൻ വായിച്ചിട്ടുണ്ടോ? ഇല്ല, കുറച്ച് വായിച്ചിട്ടുള്ളൂ. ഇതാണ് പ്രശ്നം. അപ്പം നിങ്ങളൊരു ഏകദേശം 2012 മുതൽ ഈ ലേഖനം വിവാദ വിഷയമാണല്ലോ. അപ്പം നിങ്ങൾ ഈ മുഖാമുഖത്തിലും ഈ വിഷയം ചോദ്യം ചോദിക്കാൻ വന്നപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചെയ്യേണ്ട ഒരു നീതി ഉണ്ടായിരുന്നു. നിങ്ങളെ ലേഖനം മുഴുവനായിട്ടെങ്കിലും ഒന്ന് വായിക്കണം. മനസ്സിലായോ? ആ ലേഖനത്തിൻ്റെ ഹെഡിങ് തന്നെ അമ്പലക്കടവിൻ്റെ അതിഗംഭീര ചോദ്യങ്ങൾ എന്നാണ്. സമസ്തയുടെ നേതാവായിട്ടുള്ള അമ്പലക്കട അബ്ദുൽ ഹമീദ് ഫൈസി തൗഹീദിനെ ചോദ്യം ചെയ്തുകൊണ്ട് എഴുതിയപ്പോൾ അതിന് മറുപടി കൊടുക്കുന്ന ഒരു ലേഖനമാണത്. അതിൻ്റെ തുടക്കം തന്നെ അമ്പലക്കടവ് ഫൈസി തൻ്റെ പുതിയ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയ വിവരക്കേടുകൾ ചന്ദ്രിക ദിനപത്രത്തിലൂടെയും സത്യധാര മാസികയിലൂടെയും വർഷങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ടു നോക്കി. പരമമായ അനുഗ്രഹദാതാവ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു ശക്തിയുടെയോ വ്യക്തിയുടെയോ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന വിനയം മാത്രമാണ് പരമമായ വിനയം ഇബാദത്തും ആവുകയുള്ളൂ എന്ന തൻ്റെ പുതിയ വാദത്തിലൂടെ അബൂജഹലിനെ വെള്ളപൂശി തൗഹീദുള്ളവനാക്കി മാറ്റി. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പോലും പ്രധാന ദൈവമെന്ന നിലയിൽ അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നെന്നും സാത്തിധാരിൽ എഴുതി. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ച് പറയാം. അദൃശ്യമായ മാർഗത്തിലൂടെ ഉപകാരോപദ്രവം ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്നാണ് ഉമർ മൗലവി പഠിപ്പിച്ചത് എന്ന് ഫൈസി വാദിക്കുന്നു. അദൃശ്യം എന്നതുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് എന്നല്ല ഉമർ മൗലവി ഉദ്ദേശിച്ചത്. മറിച്ച് അബൗദികവും കാര്യകാരണ ബന്ധങ്ങൾക്കതീതവും സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അല്ല എന്ന് ഫൈസിക്ക് വാദമുണ്ടെങ്കിൽ മൗലവിയുടെ ഉദ്ധരണി ഫൈസി തെളിയിക്കട്ടെ. ഫൈസി: ഹിമാലയം ഒന്നായി ഇളക്കിപ്പറിച്ച് ഒറ്റച്ചിറകിൽ വഹിച്ചുകൊണ്ട് പറന്നുപോയി ധിക്കാരികളുടെ നാട്ടിൽ ചെന്ന് കമേത്തി അടിക്കാൻ ജിബിൽ അലി സ്വലാത്തു വസ്സലാമിന് കഴിയുമെന്നും അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചയിൽ പെട്ടുകൊള്ളണമെന്നില്ല എന്നിങ്ങനെ ഒരാൾ വിശ്വസിച്ചാലും അതിൽ അബൗദികമായോ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമോ ആണെന്ന് വരുന്നില്ല. ഇതിന് തർക്കമല്ലോ? നിങ്ങൾക്ക് ഈ പറഞ്ഞ തർക്കമുണ്ടോ? ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കാം. യെസ്സോറിന് പറഞ്ഞത് ഇപ്പൊ വായിച്ച് തർക്കമുണ്ടോ? ഈ മൗലൂദിലെ തെറ്റ് മനസ്സിലാക്കാൻ മൗലൂദ് മൊത്തം പാരായണം നിങ്ങൾ ചോദ്യം ചോദിക്കാൻ മാത്രം ശ്രമിച്ചാൽ പോലെ. ചോദ്യം പറഞ്ഞു ജിന്നിനോടുള്ള ഏത് സഹായാർത്ഥനയാണ് ശിർക്കാവുന്നതും ശിർക്കല്ലാത്തതും? അതെ, അത്രയും പറഞ്ഞാൽ മതി. ഏതാണ് നിങ്ങൾ വായിച്ചത്? അതല്ല, നിങ്ങൾ ആദ്യം ചോദിച്ചതല്ല. നിങ്ങൾ ആദ്യത്തെ ചോദ്യം അതല്ല. ആദ്യത്തെ ചോദ്യം നിങ്ങൾ ജബ്ബാറിന്റെ ലേഖനം. ഇല്ല, ആദ്യത്തെ ചോദ്യം എന്റെ ചോദ്യം തന്നെ കൃത്യം. ഞാൻ ഒരു സ്ഥലത്ത് ആരും രക്ഷിക്കാനില്ലാത്ത സ്ഥലത്ത് പെട്ടുപോയി. ഒരു ശബ്ദം കേട്ടിട്ട് നിങ്ങൾ ചോദിച്ചു എഴുതിയാണല്ലോ. ചോദിക്കാൻ അനുവദിക്കൂ. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി 3 അവസരം ഇനി എന്റെ സംസാരം കേൾക്കി. ഓക്കെ, ഇനി കേട്ടോ. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിൽ ശിർക്കും വരുന്നില്ല. അതേസമയം തന്റെ മുമ്പിൽ ഈ കാണുന്ന രൂപം ജിബ്രീലാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ജിബ്രീലെ എന്നെ ഈമാനോടുകൂടി മരിപ്പിക്കണമെന്ന് തേടിയാൽ അത് ശിർക്കാണ്. ശരിക്കും ശ്രദ്ധിക്കുക. ജിബ്രീലിനോട് ഈമാൻ കൊണ്ട് തേടിയാൽ ശിർക്കാണ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ. ഇതെന്തിനാണ് ജബ്ബാർ മൗലവി ഇതിന് അമ്പലക്കടം മറുപടിയാണ് ഫൈസിക്ക് മറുപടി. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൻ്റെ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു. ശബ്ദം കേൾക്കുമ്പോൾ അതൊരു മയ്യത്തിന്റെ ശബ്ദമാണ്. ആ ശബ്ദം മൊയ്തി ഷേഖിന്റെ ശബ്ദമാണെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. ഉറപ്പാണല്ലോ? തർക്കമല്ല. ആ ശബ്ദം ഒരു മരിച്ചുപോയ മൊയ്തി ഷേഖിന്റെ ശബ്ദമാണ് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. കാരണം അങ്ങനെ ഒരു കാര്യകാരണം അവിടെ അല്ല.
ആളെ കാണുന്നില്ല, തൻ്റെ മുന്നിലുള്ള ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ? ചോദിക്കുന്ന ചോദ്യം എന്താണ്? എന്നെ ഈ കുടുക്ക് രക്ഷപ്പെടുത്തണം, എനിക്കൊരു വെളിച്ചം ആവശ്യപ്പെട്ടാൽ അത് അബൗദികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികട കഴിവിൽ പെടാത്തത് തേടുകയല്ല. ഞാൻ ചോദിക്കുന്നു, ഈ 3 കാര്യങ്ങളാണ് ജബ്ബാർ മൂലി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നെന്താണ്? ആ ചോദ്യം അബൗദികമായ ചോദ്യമല്ല. അത് അബൗദികമായ ചോദ്യമാണെന്ന് KNM എപ്പോഴാണ് പറയാൻ തുടങ്ങിയത്? 2005, 6, 11 ശേഷമാണ് KNM ഈ ചോദ്യം അബോധികമായത്. ഇതേ ഇസ്ലാഹ് പൊക്കി പിടിച്ചുകൊണ്ട് നിങ്ങളുടെ നാട്ടുകാരനായ അനസ് മുസ്ലിയാർ ഇതിലെവിടെയാണ് ശിർക്കെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് താങ്കൾക്ക് നിഷേധിക്കാൻ കൽപ്പിക്കപ്പെடும். ക്ഷമിക്കും. ഈ ചോദ്യം അബോധികമല്ല എന്ന് 2012 വരെ 5, 6, 11 വരെ അനസ് മുസ്ലിയാർ പറഞ്ഞു. പിന്നീട് മടവൂർ വിഭാഗം എന്താണ് പറഞ്ഞത് മാറ്റി പറഞ്ഞു. ഈ രണ്ടാമത്തെ കാര്യം. ഇനി കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളതോ? ഈ ചോദ്യത്തിൽ എന്താണ് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളത്? 2012 വരെ അത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തല്ല. 2005, 6, 11 ശേഷം അപ്പുറത്തായി. സൃഷ്ടികട കഴിവിൽ പെടാത്ത തേടുകയില്ല. അതുകൊണ്ട് ആ സഹായാർത്ഥന ശിർക്കല്ല. ഇനി ഞാൻ ആ സഹോദരൻ ചോദിക്കും, നിങ്ങളുടെ വാദം ശിർക്കാണെന്നാണല്ലോ, അല്ലേ? ഇത് ശിർക്കാണ് എങ്കിൽ അള്ളാഹുവിന്റെ ദാത്തിലും സിഫാത്തിലും അഫ്ആലുമാണ് പങ്കു ചേർക്കുമ്പോൾ ശിർക്കുന്നത്. ഈ ഒരാൾ ചോദിച്ചാൽ അള്ളാഹുവിന്റെ ദാത്തിലാണോ സിഫാത്തിലാണോ അഫ്ആലാണോ പങ്കു ചേർക്കുന്നത്? ചോദ്യം വളരെ ക്ലിയർ ആണ്. നിങ്ങൾ പറഞ്ഞത് ശിർക്കാണ്, ജബ്ബാർ മൗലവി പറഞ്ഞു ശിർക്കല്ല. ശിർക്കാകണമെങ്കിൽ അള്ളാഹുവിന്റെ ദാത്തിലോ അള്ളാഹുവിനെ പോലെ അള്ളയാണെന്ന് വിശ്വസിക്കണം. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു സിഫാത്തിൽ പങ്കു ചേർക്കണം. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏതെങ്കിലും അഫ്ആലുകൾ അള്ളാഹ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം ഈ സൃഷ്ടിക്ക് ചെയ്യാൻ കഴിയും വിശ്വസിക്കും. ഇതിൽ ഈ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനം ഈ അള്ളാഹുവിന്റെ ദാത്തിലാണോ സിഫാത്തിലാണോ അഫ്ആലിലാണോ പങ്കു ചേർത്തിട്ടുള്ളത്? അത് മാത്രം പറഞ്ഞത്. അള്ളാഹു സൃഷ്ടാവാണ്, ഗായിബാണ്. ജിന്ന് സൃഷ്ടിയാണ്, ഗായിബാണ്. അദൃശ്യമായ രീതിയിലൂടെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ അല്ല പറയട്ടെ, ഞാൻ പറഞ്ഞു. ഈ 2 പ്രതീക്ഷകളും നമ്മൾ ഗായിബായ രീതിയിൽ, അദൃശ്യമായ രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അദൃശ്യമായ രീതിയിലൂടെയുള്ള സഹായത്തിലോട്ടല്ലേ ഇത് പങ്കുചേർക്കൽ? കാരണം ജിന്നിന്റെ സഹായം. അപ്പൊ അള്ളാഹുവിന്റെ പങ്കുചേർത്തതിന് അള്ളാഹുവിന്റെ ഗായിബ് എന്നുള്ളതാണ്. അല്ല, പങ്കുചേർക്കലല്ലേ? അല്ല, ഞാൻ ചോദിക്കണതല്ല, അള്ളാഹുവിന്റെ ഏതിലാണ് പങ്കു ചേർത്തിട്ടുള്ളതാണ്? അള്ളാഹിന്റെ ഗായിബ് എന്നുള്ളതിനാണോ? ഞാൻ പറഞ്ഞോട്ടെ, ജിന്നിന്റെ ഒരു പ്രവർത്തനവും നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയില്ലെന്ന് മൗലവി പറഞ്ഞു തരുന്നു. എങ്കിൽ ജിന്നിനോടുള്ള ഏത് കാര്യമാണ്, ഏത് സഹായാർത്ഥനയാണ് ശിർക്കാവുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് മറുപടിയും പറയുന്നില്ല. കാരണം ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് ശിർക്കല്ലെന്ന് എഴുതിയിട്ടുണ്ട്. സഹോദരൻ, ഞാൻ ചോദിച്ചതല്ല, നിങ്ങൾ പറഞ്ഞത് ശിർക്കാണ്. ഒരു കാര്യം ഇപ്പൊ കള്ളുടിക്കൽ ശിർക്കാണെന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മൾ ചോദിക്കും എങ്ങനെ ശിർക്കാക? ഇത് ശിർക്കാണെന്ന് നിങ്ങൾ പറയണമെങ്കിൽ അള്ളാഹുവിന്റെ ദാത്തിലാണോ അഫ്ആലാണോ സിഫാത്തിലാണോ പങ്കു ചേർക്കുന്നത് നിങ്ങൾ പറയണം. അപ്പോഴേ നിങ്ങൾ ശിർക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞു അള്ളാഹു ഗായിബാണ്, ജിന്ന് ഗായിബ്. അപ്പൊ എന്റെ ചോദ്യം, അള്ളാഹു ഗായിബായത് പോലെയാണോ ജിന്ന് ഗായിബ്? എങ്കിൽ നിങ്ങൾ ശിർക്കിലാണ്. അപ്പൊ ജിന്നിനോടുള്ള ചോദ്യം, ഏത് ചോദ്യമാണ് ശിർക്കാവുന്നത് ഒന്ന് പറയാമോ? അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്ന ചോദ്യം ജിന്നോട് ചോദിച്ചാൽ, ജിന്നോടെന്നല്ല ഒരു പടപ്പിനോട് ചോദിക്കണ്ട, ചോദിക്കാമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്. അതായത് അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യം ഏത് സൃഷ്ടിയോട് ചോദിച്ചാലും ശിർക്കാണ് അല്ലേ? അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ശിർക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലോകത്ത് ശിർക്കില്ലല്ലേ? ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരു വ്യക്തി ഇത് സൃഷ്ടാവാണെന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. വിശ്വസിക്കണ്ട, സൃഷ്ടാവെന്ന് വിശ്വസിക്കാൻ ഞാൻ ശിർക്കത് ഇപ്പൊ ഇത്രയും നേരം ഇവിടെ സംസാരിച്ച നിങ്ങൾ കേട്ടിട്ടില്ല. നിങ്ങൾ ഈ ഒരു കഷ്ടം വിളിച്ചിട്ട് മാത്രം ചോദിച്ചു വെക്കാമെന്നാണ്. അള്ളാഹുവിന്റെ ഞാൻ ചോദിക്കുന്ന ചോദ്യം വ്യക്തമാണ്. സഹോദരൻ തർക്കിക്കാനാണെങ്കിൽ നമുക്ക് കഴിഞ്ഞിട്ട് നോക്കാം. ഈ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് കനം കൂടുതൽ നിങ്ങൾ തെറ്റിദ്ധാരണ ശരിയല്ല. അള്ളാഹുവിന്റെ വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുൽ കദിബ ഹാദാ ഹലാലും വഹാദാ ഹറാം. നിങ്ങൾ നിങ്ങളുടെ വായ കൊണ്ട് കാര്യം ശിർക്കാന്ന് പറയരുത്. മോനെ ക്ലിപ്പുണ്ടോ? ഈ ഇസ്ലാം ഉയർത്തിക്കാൻ 2012 വരെ 2005, 6, 11 വരെ നിങ്ങൾ ഇത് ശിർക്കല്ല എന്ന് പറയുകയും അതിന് ആയത്തോതുകയും ചെയ്തിട്ട് ഈ 2012 ശേഷം ഇത് ശിർക്കാകണമെങ്കിൽ അങ്ങനെ ശിർക്ക് ഇസ്ലാമിലില്ല. ആദം നബിന്റെ കാലത്ത് ശിർക്കായത് ഇന്നും ശിർക്കാണ്. അത് ഇലാ യൗമിൽ ഖിയാമ ശിർക്കാകും. 5, 6, 11 അബ്ദുറഹ്മാൻ സലഫി അവതരിപ്പിച്ച ശിർക്ക് അത് KNMന് സ്വീകാര്യമായിരിക്കാം, മുജാഹിദുകൾക്ക് അത് സ്വീകാര്യമല്ല. ഇനി കേട്ടോ, ഇതേ വിഷയം ക്ലിപ്പുണ്ടോ? റെഡിയുണ്ടോ? ഓക്കെ.
നിനക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല. അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്. ഓക്കെ, ആ ക്ലിപ്പിന്റെ സ്ക്രീനിൽ നിന്ന് കാണിക്കുക. ആ ക്ലിപ്പിന്റെ അനസ് മുസ്ലിയാരുടെ വേദി നിന്ന് കാണിച്ചു കൊടുക്കുമോനെ. മാനവ മോചനത്തിന് സൃഷ്ടാവിന്റെ സന്ദേശം മുജാഹിദ് സംസ്ഥാന സമ്മേളനം. അനസിന്റെ ആദർശമല്ല അവിടെ പറഞ്ഞിട്ടുണ്ട്. അനസ് മൗലവിയുടെ ആദർശമല്ല, മുജാഹിദിന്റെ ആദർശമാണ് അനസ് പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക. അനസ് മുസ്ലിയാരുടെ ആദർശം പറയാൻ വേണ്ടിയിട്ട് കേരളം വേദി വെട്ടി കൊടുക്കില്ല. എന്താണോ മുജാഹിദ് പ്രസ്ഥാനത്തിന് കേരളത്തോട് പറയാനുള്ളത് ആ ആദർശത്തിന്റെ പേരിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. രണ്ടാമത്തെ ആ സീഡിന്റെ പേരെന്താ? അമ്പലക്കടവിന്റെ അമ്പരപ്പിക്കുന്നോട് പൊളിച്ചത്. അതന്നെയാണ് ഇവിടെ ജബ്ബാർ മൂലം ചെയ്തിട്ടുള്ളത്. അമ്പലക്കടവിനെ പൊളിച്ചടക്കാണ് ആര്? അനസ് മുസ്ലിയാർ മുജാഹിദ് വേദിയിൽ നിന്ന് പൊളിച്ചടക്കി, ഇസ്ലാഹിലൂടെ അബ്ദുൽ ജബ്ബാർ മൂലം പൊളിച്ചടക്കി. ഇനി ഇതേ വിഷയം സഹോദര ചിന്തിക്ക്. അള്ളാഹുവിന്റെ ദീൻ ഒരു കാര്യം ശിർക്ക് എന്നൊക്കെ പറയണമെങ്കിൽ അത് ചില്ലറ ഒരു ഹലാലും ഹറാമും ഹലാലും തീരുമാനിക്കാൻ നമുക്ക് അള്ള അധികാരം തന്നിട്ടില്ല. പിന്നെ ശിർക്കിന്റെ കാര്യം ഇത് നിങ്ങൾ KNM നേതൃത്വത്തോടൊക്കെ വളരെ വിനയത്തോട് നിങ്ങൾ പറയാണെന്ന് വെച്ചാൽ, ഇനി ജിന്നിനോട് ചോദിക്കുന്നതിൽ ശിർക്കല്ലാത്തതുണ്ടോ എന്ന് അനസ് മുസ്ലിയാരോട് തിരുവനന്തപുരത്ത് ചോദിച്ചിട്ടുണ്ട്. അതിന് പറയുന്ന ക്ലിപ്പുണ്ട്. ഇനി ക്ലിപ്പിടുമ്പോൾ നിങ്ങൾ ബേജാറാണ്ട. ഇതിനൊന്നും അനസ് മുസ്ലിയാരെ പറഞ്ഞ ഖുർആനിൽ ആയത്തോതാൻ കഴിയൂല. അനസ് മുസ്ലിയാർ പറഞ്ഞത് മുജാഹിദ് വേദി 2002 മുമ്പ് പറഞ്ഞതിൽ അള്ളാന്റെ ഖുർആനിൽ ആയത്തുണ്ടാവില്ല. അത് ക്ലിപ്പ് തന്നെ നമുക്ക് തെളിവുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതേ ചോദ്യം പിന്നെ ഇബാദുള്ളയുമായി ബന്ധപ്പെട്ട ചോദ്യം ഈ സൽസബീലിലേക്ക് ഉമർ മൗലവിക്ക് കൊടുത്തല്ലോ. ഈ സൽസബീൽ കൊടുത്ത മറുപടി ഇന്നത്തെ CD ടവർക്കാർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? നിങ്ങൾ ചിന്തിച്ചോളി. മറുപടി ഇപ്പൊ പറയണ്ട. എന്താണ് ഈ ചോദ്യത്തെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം, ഇനി അത് ഉമർ മൗലവിന്റെ മറുപടി ഇല്ല എന്ന് പറയണ്ട, ഈ മറുപടിയിലുള്ളത് സൽസബീലിന്റെ അഭിപ്രായം തന്നെയാകുന്നു. ഈ മറുപടിയുള്ള സൽസബീലിന്റെ അഭിപ്രായം എന്താ? സൽസബീൽ വന്നിട്ടുള്ളത് യായിബാദിന്റെ വിഷയം പറ. ഈ ഹദീസ് ബലഹീനമാണ്, തർക്കമില്ല. കാരണം ഇതിന്റെ പരമ്പരയിൽ സെയ്ദ് ബിൻ അലി എന്ന ആൾ അത് ഉത്തബയെ കണ്ടിട്ടില്ല. അതിനാൽ സന്ത് മുറിഞ്ഞതും തന്നിമിത്തം തള്ളപ്പെട്ടിരിക്കുന്നു. ഇനി ഹദീസ് സ്വഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വാദം മൊയ്തീൻ ശേഖ് രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നത് അനുവദനീയമാണെന്നാണല്ലോ. അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണമെന്നാണല്ലോ ഹദീസിലുള്ളത്. ഒരു വിജനപ്രദേശത്ത് ഒറ്റക്ക് അകപ്പെട്ട് വിഷമം കൊടുമ്പിരി കൊള്ളുമ്പോൾ എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണയിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മൊയ്തീൻ ശേഖിനെ വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിൽ ലഭിക്കുന്നത്. സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതി പൊട്ടിയ മുഅ്മിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് ഹദീസിലെ ഉപദേശം. ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി ആരെങ്കിലും മൊയ്തീൻ ശേഖിനെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അവനെ സഹായിക്കാൻ ആരും എത്തുകയില്ലെന്ന് മാത്രമല്ല, അവൻ അതുമൂലം കാഫറായി പോകും. ഒരു സൃഷ്ടിയുടെയും പേരെടുത്ത് പറഞ്ഞു തേടാൻ ഇവിടെ ഉപദേശിച്ചിട്ടില്ല. ഇത് പറഞ്ഞിട്ട് ഉമർ മൗലവി പറയാണ് ഇത് സൽസബീലിന്റെ അഭിപ്രായമാകുന്നു. എന്നാൽ നിങ്ങൾ 5/6/11 മീറ്റിംഗിൽ ആദർശം മാറ്റിയപ്പോ മഹാനായ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി എഴുതിയത് നിങ്ങൾ വിചിന്തനത്തെ പറഞ്ഞത് ശിർക്കാണ്. യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ അത് ശിർക്കാണ്. മഹാനായ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ ഇസ്ലാം എന്ന് പുറത്താക്കിയിരിക്കുന്നു. ശരിക്കും ചിന്തിച്ചോളി. ഒരു കാര്യം, ഒരു സംഘടനയെ എതിർക്കാൻ വേണ്ടി ശിർക്ക് കുഫർ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒക്കെ വസ്തുത മനസ്സിലാക്കണം. ജബ്ബാർ മൗലവി ഈ ചോദ്യം നമ്മൾ സ്വീകരിച്ചവർക്കട നിങ്ങൾ ആവർത്തി ചോദിക്കുന്നു. അള്ളാഹുന്റെ ദാത്തിലാണോ, അള്ളാഹുന്റെ സിഫാത്തിലാണോ, അള്ളാഹുന്റെ അഫ്ആലിലാണോ പങ്കുചേർത്ത് ജബ്ബാർ മൗലവി എഴുതിയതിൽ എവിടെയാണ് ശിർക്ക് സംഭവിച്ചിട്ടുള്ളത്? ശിർക്ക് എന്ന് മേക്കെട്ടി പറഞ്ഞാൽ പോരാ. ശിർക്ക് എവിടെയാണെന്ന് വളരെ വ്യക്തമായി എന്റെ സഹോദരൻ മാന്യമായി കൊണ്ടിരുന്ന് ആലോചിക്കണം.